കരിമ്പിൻ ജ്യൂസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? നമ്മൾ എല്ലാ ദിവസവും കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. അതുപോലെ കരിമ്പിൻ ജ്യൂസും കരിക്കും വെള്ളം നോക്കുന്ന സമയത്ത് ഏതാണ് കൂടുതൽ നല്ലത് എന്ന് നമുക്ക് നോക്കാം. കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പായിട്ട് ഷുഗറിന്റെ വാല്യൂ ഒന്ന് ഒരു വ്യക്തിയിൽ ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 80 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 154 മില്ലിഗ്രാം ആയി, വളരെയധികം കൂടി. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് ഈ കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ ഒത്തിരി ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തോട് കിട്ടുന്നതാണ്. തികച്ചും തെറ്റാണ്. ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ ഏകദേശം 25 ഗ്രാം ഷുഗറാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പം കണ്ടില്ലേ, 80 ഇരുന്നത് 184 മില്ലിഗ്രാം വരെ ഹൈയിലോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല. നമുക്ക് ശരീരത്തിന് പലതരത്തിലുള്ള ദോഷമുണ്ടാകും. പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആളുകളൊന്നും ഒരു കാരണവശാലും ദിവസവും കുടിക്കാൻ പാടില്ല. അതേ സമയത്ത് കരിക്കും വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അത്രമാത്രം ഷുഗറും ഹൈ ഉണ്ടാക്കുന്നില്ല. അതുമാത്രം അതിനകത്ത് ധാരാളം സോഡിയം, പൊട്ടാസ്യം പോലുള്ള ധാരാളം മിനറൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കരിക്കും വെള്ളം എല്ലാ ദിവസവും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ജ്യൂസ് ആയിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഫൈബർ അതിനകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചസാരയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഹൈ ആയിട്ട് നിൽക്കുകയും ഭാവിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനും ഡയബറ്റീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് ആയിട്ട് കുടിക്കുന്നത് വല്ലപ്പോഴൊക്കെ കുടിക്കാം. എന്നും കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ല. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.